നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് അറിയുവാൻ ഏവർക്കും താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അത്തരം ചില കാര്യങ്ങൾ മുൻകൂട്ടി ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലവിധ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ ചിത്രം ചന്ദനമാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം കുങ്കുമമാണ്. ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ഒരു നിമിഷം നിങ്ങൾ ഏത് ദേവതയാണോ വിശ്വസിക്കുന്നത് ആ ദേവതയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഈ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കാവുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയോട് ആഗ്രഹങ്ങൾ നടക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ചന്ദ്രൻ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടിയുണ്ട്, ഐക്കൺ കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നർത്ഥമാക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകണം എന്നൊരു പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ഈ സമയം അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യത തുലം കൂടുതലായി കാണുന്നു. സന്താനങ്ങൾ അഥവാ മക്കൾക്ക് അനുകൂലമായ സാഹചര്യം അത് സന്തോഷകരമായ നിമിഷമാണ് എങ്കിലും വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. പലവിധ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതെല്ലാം നടക്കണം എന്ന അതിയായ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം ആഗ്രഹങ്ങളിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യത ഇവിടെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഈ സമയം ചില യാത്രകൾക്കുള്ള സാധ്യത നിങ്ങൾക്ക് തുലം കൂടുതലായി തന്നെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചില അനുകൂല ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതം അനുകൂലമാകുന്ന സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ
നിങ്ങളിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഇടവിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ പ്രശ്നം, നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന പല കാര്യങ്ങളും അത് തിരിച്ചറിയുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. യാഥാർത്ഥ്യം പലതും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, പല പ്രശ്നങ്ങളും അവസാനിക്കും എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശത്രുക്കൾ മറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അത്തരം പ്രശ്നങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും ചില ഗുണാനുഭവങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്. ശത്രുക്കൾ ആരാണ് എങ്കിലും അവരെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് വന്ന് ചേർന്നിട്ടുള്ളത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് അവരുമായുള്ള ശത്രുതയിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടുതൽ ചിന്തയോടെ പ്രവർത്തിക്കാനും ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അതിൽ ആദ്യത്തേതായ കാര്യം, 2 വട്ടം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എടുത്തു ചാടി പറയാൻ അല്ലെങ്കിൽ ചിന്തിച്ച് പ്രവർത്തിക്കാതിരിക്കരുത്. ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാകാതെ പറയാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഏതെങ്കിലും തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് വളരെയധികം കൂടുതലായും ശ്രദ്ധ ഈ സമയം പുലർത്തേണ്ടതായിട്ടുണ്ട്. ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്ന ആ തിരിച്ചടികൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവിക അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ സംഭവിക്കുകയും ധനപരമായും അല്ലാതെയും ജീവിതത്തിൽ ചില വിഷമകരമായ സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ മറികടക്കുവാനും ശത്രുദോഷത്തെ മറികടന്ന് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ശത്രുക്കൾക്ക് ഒരു തിരിച്ചടി സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം ഏതൊരു കാര്യത്തിലും പഠനം കൃത്യമായി നടത്തിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കും എങ്കിൽ പോലും ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരാം. എന്നാൽ അത് കൃത്യതയോടെ പല കാര്യങ്ങളും വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ ഒരവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഏത് കാര്യത്തെ സമീപിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കൃത്യമായ ദിശാബോധത്തോടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളിൽ നിന്നും ഈ സമയം നിങ്ങൾ മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അത് തീർച്ചയായും നിങ്ങൾക്ക് സാധ്യമാകും. ജീവിതത്തിൽ കടന്നു വരാവുന്ന നഷ്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ സമയം നിങ്ങൾക്കത് സാധിക്കും. ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടേണ്ടതാണ്. ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ചിന്തകൾ അനിവാര്യമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ചിലത് ആലോചന ഇല്ലാതെ പ്രവർത്തിച്ചതുമാകാം. അത് തുടർന്നും ഇല്ലാതാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് മാറ്റുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ അതേക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ
നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം എടുത്തു ചാടി നിങ്ങൾ തീരുമാനം എടുക്കരുത് എന്ന കാര്യം ഓർക്കുക. ചിന്തിക്കേണ്ട പല സാഹചര്യങ്ങളുമുണ്ട്. ഉപദേശങ്ങൾ ഈ സമയം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഉപദേശങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. സ്വന്തമായും പല കാര്യങ്ങളിലും വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറെ ശുഭകരമായി കാണുന്ന പരിഹാരം സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നേറണം. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് മുന്നേറുക. ഇനി കുങ്കുമം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കുമായും വളരെയധികം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തതും ചില പ്രശ്നമായി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എടുത്തുചാടി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അശുഭകരമായി തീരുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഒരു തീരുമാനം എടുത്തുചാടി എടുക്കുവാൻ സാധിക്കുകയോ അത്തരം പ്രവണത ഒഴിവാക്കേണ്ടതുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാധീനം അഥവാ ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ പല രീതിയിലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും കുറയുന്നതായ സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ട്. ഗുണകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ പലപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ദുഃഖങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് കാണുന്ന ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങൾ വന്നു ചേരാനും വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങളെ അത് തരണം ചെയ്യുവാൻ അല്പം പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഈ സമയം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല. അത്തരം കാര്യങ്ങൾ അല്പം സമയമെടുത്താണ് എങ്കിലും പ്രവർത്തിക്കുക. അതായത് തൽക്കാലത്തേക്കാണ് എങ്കിലും നിങ്ങൾ മാറ്റി മുന്നോട്ട് പോകേണ്ടതാണ്. ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ സമയം ചെല്ലുന്തോറും കൂടുതൽ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്നതാണ് വാസ്തവം. പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാം.
പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ദേവിയുടെ അനുഗ്രഹം അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ സാധ്യമാകാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. പരിശ്രമങ്ങൾ അത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കുവാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പാടില്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങൾ പല കാര്യങ്ങളിലും പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു വിഷമവും നിങ്ങൾക്കുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും ഒരു സ്വീകാര്യത ലഭിക്കുവാനുള്ള സാധ്യത നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തേണ്ടതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായി എന്ന വ്യാജേനയോ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളോ പല കാര്യങ്ങളിലും നിങ്ങളെ തളർത്തി കളയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കേണ്ടതായ സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഫലം കാണാവുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ എന്നാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്താത്തതുമായ ചില വിഷമതകളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാന്തതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും കൃത്യതയോടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം കൃത്യമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, അതായത് കൃത്യമായ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ഉപകാരപ്രദമാകാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചില അറിവുകൾ നിങ്ങളിലേക്ക് കടന്നു വരാം. മറക്കപ്പെട്ടിരിക്കുന്നതായ ചില അറിവുകൾ കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. ഈ സമയം തീർച്ചയായും മറ്റുള്ളവരിലേക്കും ചില കാര്യങ്ങൾ എത്തിച്ചു നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കണം.